ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ക്രിപ്സർ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം ചൊവ്വാദോഷത്തിനെ പറ്റിയാണ്. ഓക്കെ, ചൊവ്വാദോഷം എന്ന് വെച്ചാൽ എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കണ്ടു നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ചൊവ്വാദോഷത്തിനെ പറ്റി ഇത്രയും കൃത്യമായിട്ട് വ്യക്തമായിട്ട് അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു യൂട്യൂബർ വീഡിയോ ചെയ്യുന്നത് ഞാനായിരിക്കും, കേരളത്തിൽ അസ്ട്രോളജിയിൽ. കാരണം ചൊവ്വാദോഷത്തെ പറ്റി ഇത്രയും ഒരു അനലറ്റിക്സ് എനിക്കാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഞാൻ ചെറിയ രീതിയിലുള്ള ചൊവ്വാദോഷമുള്ള ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ നിന്നുമല്ല, ഈ വീഡിയോയിൽ പറഞ്ഞ പോലെയൊന്നുമല്ല, ചെറിയ രീതിയിൽ. അപ്പോഴത്തേക്കും നമുക്ക് കണക്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ. അത് മാത്രമല്ല, ഞാൻ 2-3 അപ്പോയിൻറ്റ് എടുത്തു ചൊവ്വാദോഷമുള്ള കാര്യം. അപ്പോൾ അതിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ ഇങ്ങോട്ട് പാസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ചൊവ്വാദോഷം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും, ഭൂമിയിൽ നിന്നും ഇത്രയും മുകളിലുള്ള ചൊവ്വ എങ്ങനെയാണ് ഇത്രയും താഴെ കിടക്കുന്ന മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ജ്യോതിഷത്തെ എന്തോന്ന് തെറ്റായി കാണുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ തെറ്റാണ്, അല്ലെങ്കിൽ മോശപ്പെട്ട സയൻസ് ആണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ അതിന് ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ കൃത്യമായി തരിക. മനസ്സിലായി? ഡേറ്റ് ഓഫ് ബർത്തും ടൈമും കൃത്യമായി തരിക. എന്നിട്ട് ഈ ഡയലോഗ് അടിക്കുക. എന്നിട്ട് നിങ്ങൾ അതിന് അപ്പോയിൻമെൻറ്റ് എടുക്കുക. അപ്പോയിൻമെൻ്റ് ഒക്കെ ഫ്രീ ആണ്, മനസ്സിലായില്ലേ? എടുക്കുക. എടുത്തിട്ട് ഞാൻ പറഞ്ഞു തരും, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരും. മനസ്സിലായി? പ്രൂഫ് അടക്കം തരും. അല്ലാതെ ഇപ്പം നിങ്ങൾ ആരും എന്ത് പറഞ്ഞ കാര്യമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവം കൊണ്ട് പഠിച്ചതാണ്. ജ്യോതിഷം എന്ന് പറയുന്നത് സത്യമായ ശാസ്ത്രമാണെന്ന് തലച്ചോറ് കൊണ്ട് പഠിച്ച സംഭവമാണ്. മനസ്സിലായില്ലേ? അതാണ് സംഭവം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആർക്ക് വേണമെങ്കിലും വരാം, മൈത്രഞ്ഞ് വരാം, രവീന്ദ്രഞ്ഞ് വരാം, ആർക്ക് വേണം, ഏത് മറ്റന്നാണ് ചെയ്യാൻ. ഡേറ്റ് ഓഫ് ബർത്തും ടൈമും കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് പറഞ്ഞു കൊടുത്തിരിക്കും. അതാണ് സംഭവം. മനസ്സിലായില്ലേ? അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. എന്തോന്നാണ് ഈ ചൊവ്വാദോഷം? ചൊവ്വാദോഷത്തിനെ പറ്റി എല്ലാവരും പറയുന്ന കാര്യം, ചൊവ്വാദോഷമുള്ള 2 പേർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ മരണപ്പെടുമെന്നും അവർ ഡൈവോഴ്സ് ആകുമെന്നും അവർ കൊലപാതകം നടക്കും എന്നൊക്കെയാണ് പലരും പല രീതിയിലുള്ള കാര്യങ്ങളാണ് ചൊവ്വാദോഷത്തെ പറ്റി പ്രചരിച്ച് പോകുന്നത്. പക്ഷേ എന്തോന്നാണ് ഈ ചൊവ്വാദോഷം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ചൊവ്വാദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഓക്കെ, ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ വേറെ തരത്തിലുള്ള സെക്ഷുവാലിറ്റി മീൻസ് അങ്ങനെയാണ്. അത് LGBT പടത്തൊന്നുമില്ല, വേറെ കാറ്റഗറീസ് ഓഫ് ഇത് വേറെ യുണീക്ക് ആയിട്ടുള്ള സംഭവമാണ് ചൊവ്വാദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഒരു കല്യാണം, മാരേജ് ആ ഒരു ഭാവത്തിലോട്ടാണ് ചൊവ്വ വരുന്നെങ്കിൽ ഡിഫറൻ്റ് ഉള്ള സംഭവമാണ്. മനസ്സിലായില്ലേ? അതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ സാധാരണ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ ഇഷ്ടം തോന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ചൊവ്വാദോഷമുള്ള ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുന്ന വേറെ രീതിയിലാണ്. ചൊവ്വാദോഷമുള്ള ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുന്നത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ചൊവ്വയുള്ള പുരുഷൻ, ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലാ എന്ന് പറയും, എഴുതിക്ക് നിങ്ങളുടെ രാശി ചാട്ടിലോ നവാംശ ചാട്ടിലോ. ഓക്കെ, ഇല്ലെങ്കിൽ ഗ്രഹനിലയിലോ ലാ എന്ന് പറഞ്ഞ് എഴുതിക്കും. ലാ എന്ന് പറഞ്ഞ 1 അവിടെ നിന്ന് 1 2 3 4 5 എന്ന് പറഞ്ഞ് 7 വരെ എണ്ണുമ്പോൾ ആ 7 എന്ന് പറയുന്ന ഒരു ഹൗസിലേക്ക് നിങ്ങളുടെ അവിടെ എന്ന് എഴുതിക്കും. കുജൻ തന്നെയാണ് ഷോർട്ട് ഫോം ആയിട്ട് ചൊവ്വ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എഴുതിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 7th ഹൗസിൽ കൂവെന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം, നിങ്ങൾക്ക് ലൈംഗിക ആകർഷണം തോന്നുന്ന സ്ത്രീകളെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്കുലിനായിട്ടുള്ള സ്ത്രീകളെയാണ്. അതാണ് ചൊവ്വാദോഷം എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. മനസ്സിലായില്ലേ? ഇനി ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്ന ഒരാൾക്കും ചൊവ്വാദോഷമാണ്. കാരണം ഇവരെപ്പോഴും എന്തോന്നിയും ആക്രമിച്ചുകൊണ്ടിരിക്കും എല്ലാവരും. ഞാൻ എക്സാമ്പിൾ, സാധാരണ ഒരു പുരുഷൻ, മനസ്സിലായില്ലേ, പുരുഷൻ ചൊവ്വാദോഷമുള്ള ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ത്രീയുടെ ദേഷ്യം, ആ സ്ത്രീയുടെ ഒരു പരിക്കനായ നോട്ടം, ആ ഒരു വയലൻസ്, തെറിവിളി, ഇതൊക്കെയാണ്. സാധാരണ ഒരാൾ എന്തോന്നി ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആണോ എന്ന് നോക്കും. ഇപ്പോൾ ഹണി റോസിനെയും സണ്ണി ലോയിനെയും മിയ കൈഫിയെ പോലത്തെ ഗേൾസിനെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് സ്വാഭാവികമായിട്ട് ലൈംഗികമായ ആകർഷണം തോന്നും. പക്ഷേ ചൊവ്വാദോഷമുള്ള ആൾക്കാർക്ക് അങ്ങനെയല്ല. ഇവരൊന്നും കണ്ടാലും ഒന്നും തോന്നത്തില്ല.
അവിടെ നിന്നൊക്കെ ഈ ഒരു ഇതേപോലെ പോൺ വീഡിയോസൊക്കെ കൊണ്ട് മുമ്പിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരിത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. ഒന്നും തോന്നത്തില്ല, പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. അതാണ് ചൊവ്വാദോഷത്തിൻ്റെ പ്രത്യേകത പറഞ്ഞത്. അവർക്ക് അത് ഫീലിങ്സ് ഒന്നും തോന്നത്തില്ല. പക്ഷേ അതിനു പകരം ഇവർക്ക് കാണേണ്ട പോൺ വീഡിയോ അവരുടെ കാര്യം എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണുന്ന വേറെ രീതിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണും പെണ്ണും കൂടി അടി കൂടുന്നു, അല്ലെങ്കിൽ ഒരു ആണും പെണ്ണും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണും പെണ്ണും നമ്മളെ ഫിസിക്കലി ഒരു ചുമ്മാ തള്ളുന്നതായാലും ആം റെസ്ലിംഗ് ആയാലും അതേപോലെ തന്നെ WWE ആയാലും ലിഫ്റ്റിംഗ് ആയാലും എന്തൊക്കെ വെയിറ്റ് ലിഫ്റ്റിംഗ് ആയാലും ജിം വർക്കൗട്ട് ആയാലും ഒരു പെണ്ണിന് ജിം വർക്കൗട്ടാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഇവർ കണ്ട് ഈ ഒരു സംഭവങ്ങളാണ് ഇവരുടെ ലൈംഗികമായി ആസ്വദിക്കുന്നത്. സാധാരണ പുരുഷന്മാർ ഈ സണ്ണിയിലും ഹണി റോസിനെയും അതേപോലത്തെ ആൾക്കാരെ കണ്ട് ലൈംഗികമായി ആകർഷിക്കും. പക്ഷേ ഇവർ വേറെ കാറ്റഗറി. ഇതാണ് ചൊവ്വാദോഷം എന്ന് പറയുന്നത്. മനസ്സിലായി? ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പെണ്ണുങ്ങളുടെ കാര്യം എടുത്തു നോക്കാം. പെണ്ണുങ്ങളുടെ കാര്യം നോക്കുമ്പോഴെങ്ങനെയാണ് ചൊവ്വാദോഷമുള്ള പെണ്ണ് എങ്ങനെയത്തെ പുരുഷനാണ് ഇഷ്ടപ്പെടുന്നത്? അത്യാവശ്യം തെറി വിളിയും ബഹളവും അടിയും പിടിയും എല്ലൊക്കെ ഉള്ളതാണ്. പക്ഷേ ലഗ്നത്തിലൊക്കെ ചൊവ്വയുള്ള പെൺപിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നല്ല നല്ല കൈക്കൊറ്റ പോയ പെണ്ണുങ്ങളായിരിക്കും. സാധാരണ പെണ്ണുങ്ങളെ ബോഡി ഒന്നും ആയിരിക്കത്തില്ല. സാധാരണ ആണുങ്ങളെ കാട്ടി നല്ല ബോഡി, നല്ല പേശി ബലമൊക്കെ നല്ല അടിപൊളിയായിരിക്കും. മനസ്സിലായില്ലേ? ഒരു അത്യാവശ്യം മീഡിയം പൊക്കം ഇവർക്ക് കാണത്തുള്ളൂ. മനസ്സിലായില്ലേ? പൊക്കമൊക്കെ എന്തോന്നാണ് ഓരോരോ ടീം വ്യൂ പോയിന്റും ഗ്രഹങ്ങളുടെ വ്യൂ പോയിന്റൊക്കെ അനുസരിച്ചിരിക്കും. എങ്കിലും പൊതുവേ ഒരു മനുഷ്യൻ്റെ ഒബ്സർവേഷൻ ഞാൻ പറയുകയാണ്. മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. ഇതാണ് ചൊവ്വാദോഷം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി എല്ലാവരും പറയും ചൊവ്വാദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ചൊവ്വാദോഷമുണ്ടെങ്കിൽ വേറൊരു ചൊവ്വാദോഷമുള്ള ഒരാളിനെ കൂടെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയും. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം. കാരണം ചൊവ്വാദോഷമുള്ള രണ്ട് പാർട്ണർ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ ആ എനർജി അങ്ങ് ബാലൻസ്ഡ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും തല്ലിപ്പൊളികളാണ്. തല്ലിപ്പൊളി മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ രണ്ട് വയലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. രണ്ട് വയലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ആ എനർജി അവിടെ നീ വലിയ പ്രശ്നമില്ലാതെ അങ്ങ് പോവും. ഇപ്പം ആസിഡും ബേസും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ന്യൂട്രൽ ആവുന്ന പോലെ. മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. അപ്പോൾ ഇതുവരെയാണ് നമ്മുടെ ഒരു ചൊവ്വയുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെങ്ങനെ വർക്കാവെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വയുടെ ലൈംഗിക ആകർഷണം എങ്ങനെയാണ്? സാധാരണ ഒരു പുരുഷൻ സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഉമ്മം വച്ചും കെട്ടിപ്പിടിച്ചും. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ തന്നെയാണ്. ഉമ്മം വെച്ച് കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ തന്നെ സ്നേഹിച്ച് ഇങ്ങനെയൊക്കെയാണ് കിസ്സൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ചൊവ്വയുടെ ഒരു സ്വാധീനമുള്ള ഒരാൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് എങ്ങനെയാണ്? അവർ ചെയ്യുന്നത് അടിക്കുക, അടിക്കുക, പിടിക്കുക, ചവിട്ടുക, തൊഴിക്കുക, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ അടിക്കുമ്പോഴും അടിക്കുക ഇടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ ഇവരുടെ ബോഡിക്ക് അനുഭവപ്പെടുന്ന പെയിൻ ഉണ്ടല്ലോ, അടി കിട്ടുമ്പോൾ ഒരു പാർട്ട്ണറിൻ്റെ കയ്യിൽ ഒരു ഇവർ സ്നേഹിക്കുന്ന ഒരാണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും കയ്യിൽ നിന്ന് ഒരു തെറി വിളിയോ അടിയോ കിട്ടുമ്പോൾ ആ അടിയിൽ നിന്നും ഇവർക്ക് ലൈംഗികമായ ഒരു ആകർഷണം തോന്നും. ഇതാണ് സംഭവം. ആ അടി കിട്ടുന്ന വേദനയിൽ നിന്നും ഒരു ലൈംഗിക ആകർഷണം തോന്നും. ഇതാണ് ചൊവ്വയുടെ പ്രത്യേകത. അതേപോലെ മുറിവുകൾ, അടി ഉണ്ടാവുന്ന സമയത്ത് കൈകൾക്കൊക്കെ മുറിവ് വരും. രണ്ടുപേരെ കൈകൾക്ക് മുറിവ് വരും. ഈ മുറിവുകൾ നോക്കിയവർക്ക് ലൈംഗിക ആകർഷണം തോന്നും. അതുമാത്രമല്ല ഈ അടി കൊള്ളുന്ന വേദനയും വെച്ച് ഇവർക്ക് ലൈംഗിക ആകർഷണം തോന്നും. ഇതാണ് സംഭവം. പിന്നെ ഇവർ വേറൊരാൾ അടിക്കുമ്പോഴും ഇവർക്ക് ലൈംഗിക ആകർഷണം തോന്നും. അങ്ങനെ അടിയുടെ കിട്ടുന്ന ലൈംഗിക ആകർഷണം. മനസ്സിലായില്ലേ? ഇത് പ്രത്യേകത സ്നേഹ പ്രകടനമാണ്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇവർ സ്നേഹിക്കുന്നത്. അടി കൂടി സ്നേഹിക്കും. പക്ഷേ ഇവരെല്ലാ അടിയും കൂടി മൊത്തം പ്രശ്നമായ ശേഷം ഇവരെന്തോന്നറിയാമോ? വീണ്ടും ഇവർ ഒത്തുചേരും. മനസ്സിലായില്ലേ? ഒത്തുചേർന്നതിന് ശേഷം ഇവർ ചെയ്യുന്ന പരിപാടി അപ്പോൾ സ്നേഹിച്ചു തുടങ്ങും. അടിയും പിടി ബഹളവും കഴിഞ്ഞിട്ട് അവർ സ്നേഹിച്ചു തുടങ്ങും. ഇങ്ങനെയാണ് ഇവരുടെ സ്നേഹം പോകുന്നത്. മനസ്സിലായില്ലേ? സാധാരണ ഒരാണും പെണ്ണും ഉമ്മ വയ്ക്കും, കെട്ടിപ്പിടിക്കും, അങ്ങനത്തെ പരിപാടി. അങ്ങനെ സപ്പോസ് ഇനി ചൊവ്വാദോഷമുള്ള ആൾക്കാർക്ക് വേറൊരു കേസ് പറയാം. ഇവർ മണിയറയിൽ പോകുന്ന ചോദിച്ചോ, ഒരു ഫസ്റ്റ് നൈറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സാധാരണ ഒരു ഫസ്റ്റ് നൈറ്റിൽ എന്ന് പറയുമ്പോൾ ഒരു സ്കിന്നിൻ്റെ കാര്യം തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നുള്ള സ്ത്രീകളെയാണ് പുരുഷന്മാർക്ക് പൊതുവേ ഇഷ്ടം. പക്ഷേ ചൊവ്വാദോഷമുള്ള പുരുഷന്മാർക്ക് അങ്ങനെയല്ല. നല്ല ഹാർഡായിട്ടുള്ള, നല്ല തൊലിക്ക് നല്ല കട്ടിയുള്ള, അത്യാവശ്യം മസ്കുലായിട്ടുള്ള സ്ത്രീകളുടെ ബോഡിയിൽ തൊടുമ്പോൾ ആ ഒരു ഹാർഡ്നെസ് ഉണ്ടല്ലോ, ഈ ഹാർഡ്നെസ്സിൽ തൊടുമ്പോൾ ഉള്ള ഒരു ലൈംഗിക സുഖമാണ് ഇവർക്ക് കിട്ടുന്നത്.
അത് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ ബോഡി ഫിറ്റായിട്ടുള്ള ബോഡിയിൽ തൊടുമ്പോൾ നല്ല ഒരു പാറ പോലത്തെ ഒരു ഫീൽ അവർക്ക് തോന്നും, ആണുങ്ങൾക്ക് തോന്നും, ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും തോന്നും. അപ്പോൾ കിട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അതാണ് അവർക്ക് ലൈംഗികമായി ആകർഷണം തോന്നുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. മറിച്ച് എന്തോന്നാണ് സ്ത്രീക്ക് പൊസിഷനും അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? സാധാരണ ഒരാൾ എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ നല്ല മൃദുവായ സ്കിന്നിൽ തൊടുമ്പോൾ ഇവർക്ക് ലൈംഗികമായ ആകർഷണം തോന്നും. ഒരു പൊസിഷൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്ത്രീകൾക്ക് എങ്ങനെയായിരിക്കും, ആ ഒരു പൊസിഷൻ്റെ പരിക്കമായ ഒരു ബോഡി കണ്ടിന് തൊടുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നും. ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ചൊവ്വദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണിനായാലും പെണ്ണിനായാലും ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാർഡ് ബോഡി, നല്ല ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ബോഡി തൊടുമ്പോഴാണ് നമുക്ക് ലൈംഗികമായ ആകർഷണം തോന്നുന്നത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല ഇവരുടെ സെക്ഷൽ എന്തോന്നാണ് ടാക്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയാണ്. എന്ന് വെച്ചാൽ വേദനിപ്പിച്ചുള്ള ടാക്ടിക്സാണ്. പെയിൻ അനുഭവിച്ച പെയിനാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രസീവാണ്, ഭയങ്കര അഗ്രസീവാണ്. ഇപ്പോൾ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുമ്പോൾ പോലും ഭയങ്കര അഗ്രസീവാണ്. അപ്പോൾ ഇങ്ങനത്തെ അഗ്രസീവാണ്. മനസ്സിലായി? ചിലപ്പോൾ ഇവർ ഫസ്റ്റ് നൈറ്റ് ഈ മണിയറെ തന്നെ കിടന്ന് അടി കൂടും. അടി കൂടും, ആം റെസ്ലിംഗ് ചെയ്യും, ഗുസ്തി കൂടും, എല്ലാം ചെയ്യും. ഒരു എക്സാമ്പിൾ പറയാൻ എന്ന് വെച്ചാൽ അങ്ങനെയല്ല എങ്കിലും ഒരു ചെറിയ രീതിയിലൊരു ഭയപ്രയോഗമൊക്കെ നടക്കും. അപ്പോൾ സംഭവം ഇതൊക്കെ നടക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്നൊരു ഊർജ്ജമുണ്ട്, ലൈംഗികമായ ഒരു താല്പര്യമുണ്ട്. ഇതാണ് ചൊവ്വദോഷം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാർട്ണറിനെ സാധാരണ പിടിച്ച ഒരു പെണ്ണിനെ കൊണ്ട് കെട്ടിക്കാൻ പറ്റത്തില്ല. കാരണം സാധാരണ സ്ത്രീ ആയിട്ടുള്ള കുടുംബം നോക്കി പോകുന്ന നല്ല പാവം പിടിച്ച നല്ല ഒരു തറവാട്ടത്തുള്ള ഒരു പെണ്ണിനെ കൊണ്ട് ഇതുപോലൊരു പൊസിഷനെ കൊണ്ട് ഏൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഈ പൊസിഷൻ വേണമെങ്കിൽ ഈ സ്ത്രീ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ട് ഡൊമിനേറ്റ് ചെയ്തുകൊണ്ടും ഇങ്ങനെ ഇരിക്കും. മനസ്സിലായില്ല? അവസാനം ഡിവോഴ്സായി പോകും. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ചൊവ്വയ്ക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ചൊവ്വയല്ല, മീൻസ് നല്ല പോസിറ്റീവായിട്ടുള്ള ചൊവ്വയല്ല. ആ ചൊവ്വയ്ക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പൊസിഷൻ ഈ സ്ത്രീയെ കൊല്ലാൻ പോലും മടിക്കത്തില്ല. കാരണം ചൊവ്വയെന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? വീര്യം, ശൂര്യം, പരാക്രമം, സ്പീഡ്, ഊർജം, അതുമാത്രമല്ല ധൈര്യം, കറേജ്, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റ്, യുദ്ധം ചെയ്യാനുള്ള മൈൻഡ് സെറ്റ്, വാർ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ്, യുദ്ധക്കളം, ഇതൊക്കെയാണ്. അടി പിടി വെട്ട് കുത്ത്, ഇതൊക്കെ തന്നെയാണ് മാസ് എന്ന് പറയുമ്പോൾ. ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ തീക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്ത് കളയും, പെട്ടെന്ന് തീർത്ത് കളയും. സെൻറ്റിമെൻറ്റ്സ് ഒന്നുമില്ല. നെഗറ്റീവായിട്ടുള്ള ചൊവ്വയുള്ളവർക്ക് സെൻറ്റിമെൻറ്റ്സ് ഒന്നുമില്ല. മനസ്സിലായില്ലേ? എടുത്തങ്ങനെ തീക്കണമെന്ന് വെച്ചാൽ തീർത്ത് കളഞ്ഞിരിക്കും. പക്ഷേ പോസിറ്റീവായിട്ടുള്ള ചൊവ്വയ്ക്ക് മീൻസ് ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുള്ളവർക്ക് നെപ്പോളിയനെ പോലെയൊക്കെ ആകും. നെപ്പോളിയൻ, അലക്സാണ്ടർ, അതുപോലെ തന്നെ ആരാണ് ടിപ്പു സുൽത്താൻ, ഇവരെയൊക്കെ പോലെയാകും. ഇനി മാർക്സ് നെഗറ്റീവായാലും ഹിറ്റ്ലറിനെ പോലെയൊക്കെ ആകും. മനസ്സിലായി? ഹിറ്റ്ലറിനെ പോലെയൊക്കെ ആകും. ഹിറ്റ്ലറിനും ചെറിയ രീതിക്ക് സണ്ണിൻ്റെ കണക്ഷൻ ഉണ്ട്. പൂർണ്ണമായി നമുക്ക് മാർക്സ് എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഹിറ്റ്ലറിൻ്റെ ഒരു സ്വഭാവം കാണും. അതുകൊണ്ട് എല്ലാവരും കൊന്നൊടുക്കുക, കുത്തിക്കൊല്ലുക എന്നുള്ള മൈൻഡ് സെറ്റൊക്കെ വരും. ഇതാണ് സംഭവം. മനസ്സിലായി? അതിനൊരു പരിഹാരമുണ്ട്. ചൊവ്വ നെഗറ്റീവ് ആണെങ്കിൽ എന്തോ നീക്കുക പോസിറ്റീവ് ആക്കാൻ വേണ്ടി. ഇപ്പം ചൊവ്വ നെഗറ്റീവ് കഴിഞ്ഞാൽ ഗുണ്ടാ പണിക്കൊക്കെ പോകും. നമ്മളിപ്പോൾ നാട്ടിൽ വലിയ ഗുണ്ടകളൊക്കെ നമ്മൾ കണ്ടില്ല, അതുപോലെയൊക്കെ പോകും. ചൊവ്വ പോസിറ്റീവ് ആണെങ്കിൽ എന്തോ നീ നല്ല രീതിക്ക് ലൈഫിൽ, അത് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും കണക്കാണ് കേട്ടോ. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും കണക്കാണ്. ഓക്കെ. ഇനി ചൊവ്വ ദോഷത്തിൻ്റെ വേറൊരു കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രം ബലം കുറയും, മറ്റൊരാൾക്ക് കൂടും. ഈ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരും ആയിക്കോട്ടെ 7th ഹൗസിൽ കൂ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുക, അത് കുജൻ എന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ 7th ഹൗസിൽ കൂ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അവിടെ കുജൻ എന്നാണ് എൻ്റെ അർത്ഥം. അത് മീൻസ് അവിടെ ചൊവ്വാദോഷം ഉണ്ടെന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? ഒരു പാർട്ട്ണർക്ക്. അപ്പോൾ ചൊവ്വാദോഷമുള്ള എല്ലാവരെയും തെറി പിടിച്ച് വശീകരിക്കാമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇവർക്ക് ലൈംഗികമായ ആകർഷണം തോന്നാൻ മാത്രമാണ് ഈ തെറി വിളി, അടിപിടി, ഇതുപോലത്തെ ഗുസ്തി, ഇതുപോലത്തെ പരിപാടി. ഇത് ആണും പെണ്ണും അങ്ങനെയാണ് കേട്ടോ, രണ്ടുപേരും കണക്കാണ്. ഇത് 7th ഈ കൂവെന്ന് പറഞ്ഞ ഒരു അക്ഷരം വന്നാൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ വിചാരിക്കും എന്തോന്നാണ് നീ പ്രേമിക്കുമ്പോൾ കാര്യം. ഇവർക്ക് സപ്പോസ് പ്രേമിക്കുമ്പോൾ എന്തോന്നായിരിക്കും, പ്രേമിക്കുമെന്നൊന്നും ലൈംഗിക ബന്ധം തമ്മിൽ വ്യത്യാസമാണ്. ഇവർക്ക് പ്രേമമെന്ന് വെച്ചാൽ ഒരു സ്നേഹം തോന്നുന്നത് എങ്ങനെയായിരിക്കും? സാധാരണ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നുള്ള സ്ത്രീയോ പുരുഷനെയോ ഒക്കെ കാണുമ്പോൾ തന്നെയായിരിക്കും ഇവർക്ക് ലൈംഗികമായ ആകർഷണം തോന്നുന്നത്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ലൈംഗികമായ ഒരു മാരേജ് ലൈഫിൽ അവരൊരിക്കലും ഈ ഒരു പ്രേമിക്കുന്ന പങ്കാളിയെ ഒരിക്കലും കൊണ്ടുവരാൻ ആഗ്രഹിക്കത്തില്ല. ചില കേസുകളിൽ ഞാൻ പറയാണ്, എല്ലാ കേസുകളിലും അങ്ങനെയല്ല.
ഇവർക്ക് ഞാൻ ഒരു ഒറ്റ കാര്യം പറയാം, പൊതുവെ ഇവർക്ക് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്, അവർക്ക് ലൈംഗികമായി താല്പര്യമുള്ളത് ഇതേപോലത്തെ ബോഡി ടൈപ്പുള്ള നല്ല സ്ട്രോങ് ബോഡി അല്ലെങ്കിൽ സ്ട്രോങ് ബോഡിയുള്ള പൊസിഷനിയോ സ്ത്രീയൊക്കെ ആയിരിക്കും ഇവർക്ക് ഇഷ്ടമുള്ളത്. മനസ്സിലായില്ലേ? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ. മനസ്സിലായില്ലേ? പെണ്ണുങ്ങളെ കേസ് പറയുമ്പോൾ അവർക്കും ചിലപ്പോൾ ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നുള്ള പുരുഷന്മാർ ഇഷ്ടപ്പെടും, അത്യാവശ്യം ഫിസിക്കലി ഫിറ്റില്ലാത്ത പുരുഷന്മാർ ഇഷ്ടപ്പെടും. പുരുഷന്മാർക്ക് സ്വാഭാവികമായിട്ടും അവർ കെട്ടാൻ പോകുന്ന തെറിവിളിയുള്ള ഇല്ലെങ്കിൽ കുറച്ച് ബോളിലായിട്ടുള്ളതൊന്നായിരിക്കണം, ഇല്ലെങ്കിൽ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. പക്ഷേ സ്ത്രീകളെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇവൻ പാവമായിരുന്നാൽ പോലും എന്തോന്നാണ് ഇവൻ്റെ ബോഡി എന്തോന്ന് വീക്കായും സ്ട്രോങ് ആയും അപ്സെറ്റ് ചെയ്യും. കാരണം സ്ത്രീകളുടെ കേസ് വരുമ്പം പുരുഷൻ തന്നെയാണ്, അത് വീക്കായാലും സ്ട്രോങ് ആയാലും പുരുഷന്മാർ തന്നെയാണ്. കാരണം പുരുഷൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്, അത് വീക്ക് പൊസിഷൻ ആയാലും സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷൻ ആയാലും ചൊവ്വ തന്നെയാണ്. അതുകൊണ്ടാണ് ജ്യോതിഷത്തിൽ ഇങ്ങനെ ഒരു കണക്ഷൻ വരുന്നത്. മനസ്സിലായില്ലേ? മറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പുരുഷന്മാരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇതാണ് കാര്യം. ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ചൊവ്വദോഷം എന്ന് പറയുമ്പോൾ 2 കാറ്റഗറി ഉണ്ട്. ഒന്നാമത്തെ വീക്ക് ബോഡിയുള്ള ചൊവ്വദോഷമുള്ള പുരുഷന്മാരുണ്ട്, അവർക്കിഷ്ടം സ്ട്രോങ് ബോഡി ആയിട്ടുള്ള പുരുഷന്മാരായിരിക്കും. ഇവിടെ ഓപ്പോസിറ്റ് അട്രാക്ഷൻ കൊണ്ട് നടക്കും, അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ലേഡിക്ക് വീക്ക് ആയിട്ടുള്ള പുരുഷൻ വേണം, അതങ്ങനെയാണ്. ഇതാണ് കാര്യം. നമ്മളിപ്പോൾ ഈ പറയണ പോലെ നല്ല അത്ലറ്റിക് ഫിറ്റ് ആയിട്ടുള്ള നല്ല ജിമ്മായിട്ടുള്ളൊരു ഗേളിന് അവിടുത്തെ ചില ഒരുമാതിരിപ്പെട്ട ആൾക്കാരത്തൊക്കെ ചോദിച്ചത് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് ബോഡിക്കുള്ളൊരു നല്ല അത്യാവശ്യം സാധാരണ പുരുഷന്മാരെ കാട്ടിയും ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരു പുരുഷനെ കാണുമ്പോഴാണ് ഇവർക്ക് ലൈംഗികമായ ആകർഷണം തോന്നുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പാടാണ്. നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ച് ഡീപ്പായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് ചൊവ്വദോഷം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ചൊവ്വദോഷമുള്ള ചൊവ്വദോഷത്തോടെ ഉള്ള ഒരാളുടെ സെക്ഷുവാലിറ്റി തന്നെ വേറെയാണ്, അവരുടെ ലൈംഗികമായിട്ടുള്ള താല്പര്യം വേറെയാണ്, അവരുടെ ലൈംഗികമായി അവർ ചെയ്യുന്ന രീതി വേറെയാണ്, എല്ലാം ഡിഫറൻ്റാണ്. അതുപോലെ അവരുടെ പെരുമാറ്റം വേറെയാണ്, അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്, അവരുടെ ടോട്ടൽ സ്വഭാവം തന്നെ വേറെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ ഒരാളെ കൊണ്ട് ചേർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെയാണ് ചൊവ്വദോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു കാറ്റഗറീസ് ഓഫ് ആളിനും ചേർക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇതിനെയാണ് ചൊവ്വദോഷം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ ആലോചിക്കണം. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫാക്ടർ ഈ ഒരു ചൊവ്വദോഷത്തിലുണ്ട്. ചില കേസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സ്ത്രീ നല്ല ഭാവമായിരിക്കും, നല്ല പഞ്ചഭാവമായിരിക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ ഇപ്പം ചൊവ്വയ്ക്ക് മൗഢ്യമുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്, പുരുഷന്മാരായാലും. ഇത് പുറമേയൊക്കെ പാവമൊക്കെ ആയിരിക്കും, അവർ സൈലന്റ് കില്ലറിനെ പോലെ ആയിരിക്കും, നാട്ടിലും വീട്ടിലൊക്കെ നല്ല പാവമായിരിക്കും. പക്ഷേ സംഭവം ഈ റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ ഈ ശ്രേണതുള്ള സ്ത്രീ ആയിരുന്നാൽ പോലും ഇവർ വിചാരിക്കുന്ന കാര്യം എങ്ങനെയാണ്, എനിക്ക് നല്ല ഫിസിക്കലി ഫിറ്റായിട്ടുള്ള പുരുഷന്മാരെ വേണം, ഇവർക്ക് തെറിവിളി കേൾക്കണം. അവിടെ ലൈംഗിക രീതി അങ്ങനെയായിരിക്കും. അപ്പോൾ ചൊവ്വയുമായി ബന്ധപ്പെട്ട ലൈംഗിക താല്പര്യമോ രീതിയോ ഉണ്ടോ എന്ന് ഒരു ഹോറോസ്കോപ്പിൽ നോക്കി കൺഫേം വരുത്തണം. മനസ്സിലായി? എങ്കിൽ മാത്രമേ ചൊവ്വദോഷം പറയാൻ പറ്റുള്ളൂ. പിന്നെ ചൊവ്വദോഷം നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കി വേണം ഒരു ചൊവ്വദോഷമുള്ള 2 പേരെ തമ്മിൽ ചേർക്കാൻ. ഞാനൊരു കാര്യം പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. ചൊവ്വദോഷം തെറ്റാണ്, അതുപോലെ ഈ ആസ്ട്രോളജി എന്ന് പറഞ്ഞ സംഭവമേ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് വരുന്നവർക്ക് എനിക്ക് ഒരു കാര്യം പറയുള്ളൂ. നിങ്ങളെന്തോ അതിൻ്റെ താഴെ ഒന്നും ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി കൊടുത്തിട്ടുണ്ട്, കമ്മ്യൂണിറ്റി പോസ്റ്റിലും അതേപോലെ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ വന്ന് എനിക്ക് മെസ്സേജ് അയച്ചോ, കുഴപ്പമില്ല. നിങ്ങൾ ഇനി എൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തോ, ഞാൻ പറഞ്ഞു തരാം, ഞാൻ തെളിയിച്ചു തരാം. പക്ഷേ ചങ്കുറ്റുള്ളത് വേണം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും എല്ലാം വേണം. വിമർശിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് തെറി വിളിക്കുകയും കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്, അനാവശ്യമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളിടത്താണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ വെറുതെ ഒന്ന് തെറി വിളിച്ച് സീൻ ഉണ്ടാക്കുന്നിടത്തൊക്കെ എനിക്ക് പറയുള്ളത്, നിങ്ങൾ എന്തോ നീക്കുക എൻ്റെ നമ്പറിൽ വന്ന് ഇല്ലെങ്കിൽ എൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കുക. നിങ്ങൾ എൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ വന്ന് ഇതേപോലെ പറയണം. നിങ്ങളുടെ പിന്നൊരു കാര്യം, നിങ്ങൾ ജനിച്ച ടൈം കൃത്യമായി തരണം. ഇതെല്ലാം കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ കൊണ്ടുപോവാ, ആരും ആയിക്കോട്ടെ കൊണ്ടുപോവാ. രവിചന്ദ്രനോ മൈത്രനോ ഇനി എത്ര വലിയ വ്യത്യസ്തം എന്ന് പറയണവനായാലും ശരി തന്നെ, ഫിലോസഫർ വലിയ മറ്റവനായാലും ശരി തന്നെ, വാ, ഞാൻ തെളിയിച്ചെടുക്കാം, ലൈവായി തെളിയിച്ചെടുക്കാം. മനസ്സിലായില്ലേ? അതാണ് സംഭവം.
ഇതാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യത്തിനെ പറ്റി അറിയാതെ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ ജ്യോതിഷത്തിന് ഒരു എന്തോന്നാണ് വെറുത്ത ഒരാളാണ് പണ്ടൊക്കെ. ഇത് മണ്ടത്തരമാണെന്ന് വിചാരിച്ച ഒരാളാണ്. എനിക്കിത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ടാണ് പറയണത്, മുമ്പിൽ വാ, മുമ്പൊക്കെ ആലോചിക്കുക, എത്രയേ ഉള്ളൂ. ഒരു കാര്യം കൂടെ സൂക്ഷിക്കുക, നെഗറ്റീവായിട്ടുള്ള ജോബൊക്കെ ഉള്ളവർ ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും. അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര അവർ ലൈംഗികമായി ആസ്വദിക്കാൻ വേണ്ടി അവർ ദേഷ്യപ്പെടുമെങ്കിൽ പോലും അവർക്ക് ശരിക്കും ഒരു റിയലായിട്ടൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ജോബുള്ളവർ കൊല്ലാനും മടിക്കത്തില്ല. ഈ ചൊവ്വയുടെ സ്വാധീനമുള്ളവരൊക്കെ ഇഷ്ടം പോലെ ഗുണ്ടകളൊക്കെ ജയിലിൽ കിടക്കുന്നത്, മനസ്സിലായില്ലേ? അങ്ങനത്തെ കാര്യം കൂടെ ഉണ്ട്. കാരണം ഈ ഇപ്പോൾ ഗുണ്ടകളെയൊക്കെ ഇപ്പം മറ്റേ പാണ്ടിപ്പടയിലെ മറ്റേ ആളുള്ളേ, അതേപോലത്തെ സ്വഭാവമായിരിക്കും. ഒരു ഭാര്യ കെട്ടും വെറുതെ അടിച്ചുകൊണ്ടിരിക്കും, ആ സംഭവമൊക്കെ ആയിരിക്കും. ചൊവ്വയുടെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ പല രീതിയിലും ഉണ്ട്, പല രീതിയിലുള്ള വേരിയേഷൻസും ചൊവ്വാദോഷത്തിലുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് കണ്ടുപിടിച്ചാൽ അത്ര നല്ലത്.